ഹലോ എവരിവൺ, എൻ്റെ റൂം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തോ ഒരു വലിയ കാര്യത്തിൻ്റെ പുറപ്പാടിലാണെന്ന്. അതെ, റൂം വൃത്തിയാക്കുക, പെട്ടി പാക്ക് ചെയ്യുക, അങ്ങനെ കുറച്ച് പരിപാടികളിലാണ് കേട്ടോ. എന്തിനാണെന്നല്ലേ, ശങ്കൻ വിസയൊക്കെ ഉണ്ടായിട്ട് പോലും ട്രിപ്പൊന്നും അധികം പോയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു ഇത്തവണ ഡിസംബർ വെക്കേഷൻ എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട് മഞ്ഞയും കൂടാണ് പോകുന്നത്. ആദ്യമായിട്ട് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ നല്ല ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്ലോറൻസ് ടു വെനീസ് വരെ ബസ്സും പിന്നെ അതിനുശേഷം ഫ്ലൈറ്റും അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ബസ്സിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ വ്യൂ ഒക്കെ കണ്ട് പോകുന്നുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, കാരണം മഞ്ഞ് മൂടിയ സ്ഥലങ്ങളും റോഡ് ട്രിപ്പ് ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ വെനീസിലെത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നുണ്ട്. അടുത്തുള്ള മഗ്ഡി തപ്പിപ്പോയി. അങ്ങനെ മഗ്ഡിയിൽ നിന്ന് ഞങ്ങൾ ടേക്ക് അവേ ആണ് നടത്തിയത്. പക്ഷേ ഞങ്ങളുടെ കഷ്ടകാലത്തിന് ആ ബസ്സുകാർ പറഞ്ഞു പറ്റത്തില്ല, ബസ്സിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ലഗേജിൻ്റെ കൂടെ വെക്കേണ്ടി വന്നു. ഞാൻ രണ്ടാമത്തെ ബസ്സിന് വേണ്ടിയിട്ട് ഓടുന്നതിൻ്റെ ഇടയിൽ ഒരു ലേഡിയായിട്ട് കൂട്ടിയിടിച്ച് എൻ്റെ തല നല്ലോണം മുഴച്ചൊക്കെ വന്ന് നല്ല വേദന ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇന്നത്തെ ദിവസം ഫുൾ എയർപോർട്ടിലിരിക്കാനാണ് പ്ലാൻ, വേറെ ഒന്നും കൊണ്ടല്ല. രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ അത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പുമാണ്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തലേന്നേ വന്നിരിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഫ്ലോറൻസിൽ നിന്ന് പഴമൊക്കെ എടുത്തിട്ടാണ് വന്നത്. അതൊക്കെ കഴിച്ച് കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ടൈം കളയുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്ലോറൻസിൽ നിന്ന് ഞങ്ങൾക്ക് വീഡിയോ കോൾ വന്ന്, വേറെ ആരെയല്ല, സ്വീറ്റി നിഹാലുമാണ്. കുറേ നേരം ഞങ്ങളുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പേ തിരിച്ചു വാ എന്നൊക്കെ പറഞ്ഞ് രണ്ടും കൂടെ ഇങ്ങനെ വിളിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം അങ്ങനെയൊക്കെ സമയം പോയി. പിന്നെ എല്ലാ എയർപോർട്ട് ഓരോന്നായിട്ട് ക്ലോസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങി. കുറച്ച് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. രാവിലെ 5 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു, എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ താഴെ പോയി കഴിച്ചു. പിന്നെ കയറുന്നതിന് മുമ്പ് വരെ ഞങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലായിരുന്നു ട്രിപ്പ് ഓണാന്നുള്ള കാര്യം. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ബായ്.